ലോക റിലീസ് ചെയ്ത് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ബുക്ക് ബൈ ഷോയിൽ നിരവധി ടിക്കറ്റുകളാണ് വിറ്റുപോകുന്നത്. കണ്ടവർ വീണ്ടും കാണാനെത്തുന്ന എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ചിത്രം 300 കോടി നേടുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ലോക എന്ന സിനിമയിലൂടെ ഒരിക്കൽ കൂടെ മലയാള സിനിമ ഇന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. എല്ലായിടത്തു നിന്നും മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ നിന്നും ലോക എന്ന ചിത്രത്തിന് ലഭിച്ചു കഴിഞ്ഞു. ടിക്കറ്റ് കിട്ടാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ലോക മാറിക്കഴിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ദിവസങ്ങൾ പിന്നിടുമ്പോഴും കാണാൻ സാധിക്കുന്നത്. ജമനിക് കരുൺ സംവിധാനം ചെയ്ത ഈ ചിത്രം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ്. റിലീസ് ചെയ്ത് ഇത്രയധികം ദിവസങ്ങൾ പിന്നിടുമ്പോഴും വിവിധ റെക്കോർഡുകൾ ഈ കല്യാണി പ്രിയദർശൻ ചിത്രം കീഴടക്കുന്ന കാഴ്ചയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതിവേഗമാണ് 100 കോടി 200 കോടി ക്ലബിലേക്ക് ചിത്രം കുതിച്ചുയർന്നത്. ഇത്തരമൊരു ചിത്രം നിർമ്മിക്കാൻ മുൻകൈയെടുത്ത ദുൽഖർ സൽമാനും വലിയ കയ്യടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വരനെ ആവശ്യമുണ്ടെന്ന ചിത്രമായിരുന്നു ദുൽഖർ ആദ്യമായി നിർമ്മിച്ചത്. പിന്നാലെ മണിയറയിലെ അശോകൻ, സല്യൂട്ട്, കുറുപ്പ്, കിങ് ഓഫ് കൊത്ത തുടങ്ങിയ ചിത്രങ്ങൾക്കായും അദ്ദേഹം പൈസ ഇറക്കി. ഇക്കൂട്ടത്തിൽ ദുൽഖർ എന്ന നിർമ്മാതാവിന് വിചാരിച്ച നേട്ടം കൊയ്യാനാകാതെ പോയ ഏക ചിത്രം കിങ് ഓഫ് കൊത്ത തന്നെയായിരുന്നു. കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ നിർമ്മാതാവ് എന്ന നിലയിൽ മാത്രമല്ല, നടൻ എന്ന നിലയിലും ദുൽഖറിന് വലിയ ക്ഷീണം തന്നെയായിരുന്നു ആ ചിത്രം സമ്മാനിച്ചത്. ഇതോടെ അദ്ദേഹം മലയാളത്തിന് പകരം അന്യഭാഷകളിൽ കൂടുതലായി ശ്രദ്ധിക്കാൻ തുടങ്ങി. ലക്കി ഭാസ്കർ എന്ന തെലുങ്ക് ചിത്രം ദുൽഖറിന് ഒരിക്കൽ കൂടെ പാൻ ഇന്ത്യൻ റീച്ച് നൽകുകയാണ് നാം കണ്ടത്. ഇതിനു പിറകെയാണ് ലോകയിലൂടെ ദുൽഖർ വീണ്ടും സിനിമാ ലോകത്ത് ഐശ്വര്യമായി മാറുന്ന കാഴ്ച നാം കാണുന്നത്. വെറും 30 കോടി ബജറ്റിലാണ് ഇതുപോലൊരു പക്ക സൂപ്പർ ഹീറോ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല 30 കോടി ബജറ്റിൽ ഇത്തരത്തിലൊരു ചിത്രം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. 30 കോടിക്ക് 300 കോടിയുടെ ഔട്ട്പുട്ട് നൽകിയ ചിത്രം കളക്ഷനിലും പുതിയ റെക്കോർഡുകൾ തീർക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ പ്രതിദിനം 20 കോടിയിലേറെ കളക്ഷനുമായി മുന്നേറുന്ന ചിത്രം എമ്പുരാന്റെ റെക്കോർഡ് തകർക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. അതേസമയം ലോക എന്ന ചിത്രത്തിന്റെ വിജയം മലയാള സിനിമയ്ക്ക് വലിയൊരു വഴിത്തിരിവ് തന്നെയാണ് സമ്മാനിക്കുന്നത്. ഇതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് പ്രേക്ഷകരും പറയുന്നത്. കല്യാണിയുടെ മികച്ച പെർഫോമൻസും ഡയറക്ഷനും ടെക്നിക്കൽ ടീമിന്റെ കഠിനാധ്വാനവും എല്ലാം കൂടി അതിന് നല്ലൊരു ഔട്ട്പുട്ട് കൊടുത്തു എന്ന് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ. ഒരു സിനിമ വിജയിക്കാൻ പ്രധാന ഘടകം കണ്ടന്റ് തന്നെയാണെന്ന് ഈ സിനിമ തെളിയിച്ചു. ആ സിനിമ ആളുകളെ തിയേറ്ററിൽ എത്തിക്കുന്ന കാഴ്ചയും അത്ഭുതത്തോടെ തന്നെയാണ് മലയാള സിനിമ കണ്ടത്. റിപ്പീറ്റിംഗ് ഓഡിയൻസിനെ സൃഷ്ടിക്കാൻ ലോകയ്ക്ക് സാധിച്ചുവെന്നത് തന്നെയാണ് ആ സിനിമയുടെ മറ്റൊരു വിജയ ഘടകം. അതുകൊണ്ട് തന്നെയാണ് ബോക്സ് ഓഫീസിൽ ലോക എന്ന ചിത്രം ചരിത്രമായി മാറുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.